നമ്മളിപ്പം ഇപ്പോൾ ഒരു പ്രോജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളിപ്പം MySQL ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട് MySQL3 ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടൊക്കെ കേർഡ് ഓപ്പറേഷനൊക്കെ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് ടോപ്പിക്സാണ് നമ്മളുടെ ജാങ്കോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് പൈതൺ ഫയൽസ് ഉണ്ടായിരുന്നില്ലേ. ഈ പൈതൺ ഫയൽസിൻ്റെ ഓരോ യൂസേജ് നമ്മളന്ന് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അത് ഡയറക്ടറി സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഓരോ പൈതൺ ഫയലിനും അതിൻ്റേതായ യൂസേജും ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നതാണ് manage.py എന്ന് പറഞ്ഞ പൈതൺ ഫയൽ. manage.py എന്ന് പറഞ്ഞ പൈതൺ ഫയൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രേഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ റൺ ചെയ്യുക, ഇങ്ങനെ ഓരോ കമാൻഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ട് ആ ഒരു പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ലൈനാണ് ഈ manage.py എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫയൽ എന്ന് പറയുന്നത് init.py. init.py എന്ന് പറയുന്നത് ഒരു empty പൈതൺ ഫയലാണ്. അത് നമ്മളുടെ കറണ്ട് ഡയറക്ടറി, ഇപ്പം നമ്മൾ ഏത് പൈതൺ പ്രൊജക്റ്റിലാണ് നിൽക്കുന്ന ആ ഒരു ഡയറക്ടറി ആണ് നമ്മളുടെ പൈതൺ പാക്കേജ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മളുടെ പൈതൺ പാക്കേജായിട്ട് കൺസിഡർ ചെയ്യണം ഇപ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയറക്ടറി എന്താണെന്നറിയാലോ. നമ്മളുടെ ആ പാത്തിനെയാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്നത്. ഏത് ഫോൾഡറിൽ എവിടെയാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്നത് അതിനെയാണ് ഡയറക്ടറി. അപ്പോൾ ആ ഒരു ഡയറക്ടറിയാണ് നമ്മളുടെ ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നമ്മളെ പൈതൺ പാക്കേജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് init.py. പിന്നെ അടുത്തത് വരുന്നത് settings.py ആണ്. settings.py എന്ന് പറയുന്നത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് settings.py. നമ്മളപ്പോൾ എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? നമ്മൾ ആപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡേറ്റാബേസിൻ്റെ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെംപ്ലേറ്റിൻ്റെ കണക്ഷൻസോ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മീഡിയ ഫയൽസ്, സ്റ്റാറ്റിക് ഫയലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് കണക്ഷൻ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് settings.pyയിലായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് urls.py ആണ്. urls എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ പാത്ത്, നമ്മളിപ്പം ഏത് ടെംപ്ലേറ്റ് ഏത് പാത്ത് ആണെന്നുള്ളത്, നമ്മളില്ലെങ്കിൽ ഏത് ഡയറക്ടറിയാണ്, അങ്ങനെ നമുക്കിപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിൻഡോയിൽ മുകളിൽ നമുക്കൊരു URL ഉണ്ടാവും. ആ URL ബേസിക്കലായിരിക്കും നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ആവുന്നത്. ഏത് പേജിലോട്ട് പോകണം എന്നുള്ളൊരു URL പാറ്റേൺ നമ്മളൊരു പ്രോജക്റ്റിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കും. പിന്നെ വരുന്ന രണ്ട് ഫയലാണ് WSGAയും ASGAയും. ഇത് രണ്ട് നമ്മൾ സർവർ സൈഡീസ് യൂസ് ചെയ്യുന്നതാണ്. WSGA എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മളുടെ വെബ് സർവേഴ്സും ആപ്ലിക്കേഷൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ WSGA എന്ന് പറയുന്നത് സിങ്ക്രണസ് കോഡായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അത് അസിങ്ക്രണസ് കോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ASGA യൂസ് ചെയ്യുന്നത്. അത് അസിങ്ക്രണസ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് ജാങ്കോ സൈറ്റിലൊക്കെ അസിങ്ക്രണസ് ആയിട്ടുള്ള പൈതൺ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട്, ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ രണ്ട് പൈതൺ ഫയൽസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.